മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തൃക്കണ മതിലകത്തിന്റെ ചരിത്രം പറയുന്ന പുരാതനമായ മതിലകം ബംഗ്ലാവ് കടവ് 2021 33 ലക്ഷം രൂപ ചിലവിട്ട് കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവാണ് മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. ബംഗ്ലാവിന്റെ പൗരാണികത നിലനിർത്തിയാണ് പുനർനിർമ്മിച്ചത്. പൗരാണിക ബംഗ്ലാവ് കമ്മ്യൂണിറ്റി സെന്റർ ആകുന്നതോടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കുട്ടികൾക്കും, ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള സമയം സ്ത്രീകൾക്കും, വൈകുന്നേരം മുതൽ രാത്രി നിശ്ചിത സമയം വരെ മുതിർന്നവർക്കും വായനയ്ക്കും വിനോദ വിശ്രമ വേളകൾക്കുമായി ഉപയോഗിക്കാമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. മാത്രമല്ല, മതിലകത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഇത് ഒരു മ്യൂസിയമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല. ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കയറിയ അവസ്ഥയിലാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മതിലകം ബംഗ്ലാവ് കടവിൽ ഒരു ചരിത്ര മ്യൂസിയം അന്ന് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെ കണ്ടിരുന്നത്. അതിൻ്റെ പണി തുടങ്ങാൻ കുറച്ച് വൈകിയെങ്കിലും പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ മതിലകം പ്രദേശത്തു നിന്ന് അനേകം ചരിത്രശേഷിപ്പുകളും പുരാവസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് സംരക്ഷിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായതൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് അത് സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പറയുന്നു. മതിലകത്ത് നിന്ന് ഗവേഷണത്തിലൂടെ ലഭിച്ച ചരിത്രശേഷിപ്പുകൾ വിവിധ മ്യൂസിയങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മതിലകം പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് KM ഗോപാലൻ പറഞ്ഞു. ക്രൂരമായ ഒരു അനാസ്ഥയായിട്ടാണ് തോന്നുന്നത്. അതിനോടൊപ്പമുള്ള ബോട്ട് ജെട്ടിയും അനാഥമായിട്ട് എടുക്കണം. കാരണം ആ ടൂറിസം സർക്യൂട്ടിൽ ഈ ബോട്ട് ജെട്ടിയുടെ മതിലകം ബോട്ട് ജെട്ടി അത് പോത്തങ്കടവ് വന്നിട്ട് ഇങ്ങോട്ട് വരുന്ന കനോലി കനാലിലൂടെ വരുന്ന ഒരു നേരത്തെ പറഞ്ഞ ആ ടൂറിസം സർക്യൂട്ട്, അതായത് മതിലകം ലാറ്റിൻ ചർച്ചും പുതിയാവ് പള്ളിയും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഈ ഏരിയയിൽ തുടർന്നൊരു പ്രവർത്തനം ഇല്ലാത്തതിൽ ഞങ്ങൾക്കധികം പ്രതിഷേധമുണ്ട്. കാരണം അത് ഒരു അനാസ്ഥ. ഇത്രയധികം വർഷങ്ങളായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോലും ഈയിടെ കിട്ടിയ ഒരു നന്നങ്ങാടി മതിലകത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെ കിട്ടിയാണ് വലിയ നന്നങ്ങാടി. അത് അനാഥമായി അത് പിന്നെ പുരാവസ്തു ഏറ്റെടുത്ത് കണ്ടത് തൃശ്ശൂർക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യകാലങ്ങളിൽ കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത്. കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെ കനോലി കനാലിലൂടെ വഞ്ചി സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു. കമ്പനി വഞ്ചി എന്നാണ് വള്ളത്തിനെ വിളിച്ചിരുന്നത്. ഉച്ചത്തിൽ ഹോൺ മുഴക്കിയാണ് വഞ്ചി ഇതിലൂടെ കടന്നുപോയിരുന്നത്. നാട്ടുകാർ രാവിലത്തെ സമയം കണക്കാക്കിയിരുന്നത് വഞ്ചിയുടെ ഈ ഹോണിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ട്രാവലേഴ്സ് ബംഗ്ലാവിന് സമീപം വഞ്ചിക്ക് സ്റ്റോപ്പും ഉണ്ടായിരുന്നു. ഇതാണ് ബംഗ്ലാവ് കടവ് എന്ന പേരിന് ആധാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുന്നതിന് പല ഘട്ടത്തിലും ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിലുള്ള മ്യൂസിയത്തിന് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യവും ഉറപ്പില്ല. അപ്പോൾ അതേപോലെ തന്നെ മതിലകം പുതിയാവ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഇഷ്ടംപോലെ ചരിത്രശേഷിപ്പുകളുണ്ട്. അത് സംരക്ഷിക്കണമെങ്കിൽ മതിലകം സെൻറ്റ് ജോസഫ് ഗവൺമെൻറ് സ്കൂള് അങ്ങനെ +2 സ്കൂളുകളൊക്കെ തൊട്ടടുത്തുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ തന്നെ ചരിത്ര പഠനത്തിനും മാത്രമല്ല അധ്യാപകർക്കും ചരിത്ര പഠനത്തിനൊക്കെ തന്നെ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററിൽ, അത് മനോഹരമായ കനോലി കനാലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു സാധനം ഈ ക്രൂരമായ അനാസ്ഥത കൊണ്ട് നശിക്കുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ചൂണ്ടക്കാരും മറ്റും അവരും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഭാവിയിൽ അവിടെ ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് മാറിക്കൂടുന്നുള്ള ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികാരികളുടെയും മുസിരിസ് പൈതൃക പദ്ധതിയെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടാതെ ജലഗതാഗതം നിലനിന്നിരുന്ന കാലത്ത് ചുങ്കപ്പിരിവിനായും ബംഗ്ലാവ് ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് ദീർഘകാലം മതിലകം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിലാണ്. അറ്റകുറ്റപ്പണികളില്ലാതെ ചോർന്നൊലിച്ചും ചിതലരിച്ചും തകർന്ന നിലയിലെത്തിയ കെട്ടിടം 2019 മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കെട്ടിടത്തിനോട് ചേർന്ന് ബോട്ട് ജെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട്.